നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്? ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ട് എഴുതി പഠിച്ചിട്ട്? എന്താ പോസ്റ്റർ കയറാൻ ടെൻഡർ എടുത്തിട്ടുണ്ടോ താൻ? ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖരൻ മാസ്റ്റർ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താഴെന്തിനെ ഇങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മുമ്പേ കാര്യം പറഞ്ഞണം. പാതിരാവും മുമ്പ് പുരയിൽ വന്നൂടെ? നിങ്ങൾക്ക് എന്തേലും പണി? നീ നമ്മളെ കൊണ്ട് നോക്കിക്കാൻ നിൽക്കണ്ട. നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ പറഞ്ഞാല് ഇടപാട് ദിവസം നമ്മൾ പുരയെ കൊണ്ടാക്കും. എടോ, ആണത്വം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് നേരിട്ട് പോരണം. അല്ലാതെ പാടാത്രയ്ക്ക് പറഞ്ഞ് പോസ്റ്റ് ഓടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാവിനും കാണിച്ചിരുന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോൾ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കറ്റ് കയറാൻ വന്നാണ്ടല്ല. നീ എന്ത് നീ ആചാരം മരുമനായി പോയി. അല്ലെ നിന്നെയൊക്കെ തുണ്ടം തുണ്ടാണ്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുരക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണ എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ. സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോകേണ്ടതുമാണ്. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുക ആചാര്യ? അവരെ കണ്ട ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങളിങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടിയുണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണ്. ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ 7 ജന്മത്തേക്ക് ശാമോഷം കിട്ടിയ രാജാരെ. ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാരും മക്കൾക്ക് ശത്രുക്കളല്ലേ? അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ? ഞാൻ വല്ല പേർദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ലക്ഷ്മി എന്നെ ഒന്നും അറിഞ്ഞില്ലേ? എന്ത് ഇതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മണയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് ആ പറയണേ. പറച്ചില് മാത്രമല്ല, നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചോരൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകൾ. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭമുണ്ടെന്നാ കേട്ടത്. എഞ്ചെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ
ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യാളം നടത്തി ശുദ്ധിയാഴ്ച നടത്തിയത്. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എന്റെയൊക്കെ തോന്നിയേ ഞാനിവിടെ കൂട്ടി നിൽക്കുകയാണെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക. അറിഞ്ഞു. ആ ടീച്ചർ മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയ മാനക്കടയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു മീൻകാരന്റെ വീട്ടില് തട്ടവും മുണ്ടിട്ട് വേദവും മാറി അവനോട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. എവിടെ നോക്ക മതം മാറ്റി മാറ്റി ഒടുവില് നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ. എന്റെ മോൾ ഒന്നുകൊണ്ടും ബേജാറാണ്. വന്ന് എന്തെങ്കിലും കഴിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന വിജിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ടോ? രാത്രിക്കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞിലേ ഇത്? ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലയമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ ഇറങ്ങിപ്പോവാൻ ഞമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെല്ലിയിട്ടുണ്ട്. തലയെക്കെട്ട് നിസ്കാര തഴുമ്പോഴുള്ള സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ നമുക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടേച്ച പറഞ്ഞോളി. ഉമ്മാന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തിത്തരാ. എന്റെ കുട്ടി ഇങ്ങനെ കരയല്ലേ? ഈ കണ്ണീര് കാണുമ്പോ ഉമ്മയുടെ ചങ്കാണ് പഠിക്കുന്നത്. ടീച്ചറെ, ആര്യേര് വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പുരയിൽ നിൽക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല, എന്റെ സ്വന്തം വീട് പോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. വല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും. ആരെന്ത് പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞിരിക്കും. പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ. ഒരുതണം ഒരു ജയിക്കണം. രാത്രിക്കുട്ടി, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറ ഒന്നുമല്ല. അങ്ങാടിയിൽ അന്തോണി മാപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് സുലൈമാൻ നിൽക്കണം. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു.
വേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കുന്നു. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാന്ന് പറ്റിട്ടാണ്, അല്ലാതെ ഓരോ പേടിച്ചിട്ടൊന്നും അല്ല. നോക്കി നിങ്ങളുടെ പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ളവരാ. നീ നീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആര് എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് അവന് ചോറിറങ്ങൂല. അല്ല, ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്? ഇതുമേനി വിഷമിക്കാതിരിക്കൂ. എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ? ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം, എന്റെ കുട്ടിയെ ഒന്ന് കാണണം. ആവാലോ, പോവുകയും ചെയ്യാം, കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക. അതാ വീട്. മോളെ, അന്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ട്. കരയാതെ മോളെ, കരയാതെ. കരയരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാണ്. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനെ ഞാനും വിശന്ന് പൊരിയുമ്പോ ഇങ്ങനെ തന്നു ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ തല ചാക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചവനെ എന്നുള്ള സന്തോഷമാണ് ഞമ്മക്ക്. കുടിക്കാൻ എന്ത് ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനെയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാ ഞാൻ പഠിച്ചത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വരൻ. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്ന മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാനൊരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. കൊണ്ടോന്നൂടേനോ? ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇനി വൈകില്ല, ഞാൻ ഇറങ്ങുക. ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തിക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാം. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ.